കെ.വി. തോമസ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ. കെ. കരുണാകരനെ പറയാൻ അദ്ദേഹമായിട്ടില്ലെന്നും അതിന് 10 ജന്മം ജനിച്ചു വരണമെന്നും പത്മജ പറഞ്ഞു. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ കെ.വി. തോമസായി എന്നുള്ള ചരിത്രം അദ്ദേഹമാണ് ഓർത്താൽ കൊള്ളാമെന്നും തന്നെ അവസാനകാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി സോണിയാഗാന്ധി ആയിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഇവിടുത്തെ ആളുകളെ സഹിക്കാൻ പറ്റാതെയാണ് പാർട്ടി വിട്ടുപോയത്. ഈ മനുഷ്യൻ ഇനി എന്ത് പറഞ്ഞാലും പഴയ ചിത്രങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും, അത് അയാൾ കേൾക്കേണ്ടി വരും, പത്മജ പറഞ്ഞു. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്കെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കുമ്പളങ്ങിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താൻ ചാലക്കുടിയിൽ മത്സരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താൻ തന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് അന്ന് പിന്മാറിയതെന്നും പത്മജ വ്യക്തമാക്കി. മരിച്ചുപോയ കരുണാകരനെ കുറ്റപ്പെടുത്തുന്ന കെ.വി. തോമസ് നന്ദിയില്ലാത്ത ആളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കെ. മുരളീധരനെ കെ.പി.സി.സി. പ്രസിഡന്റാക്കുന്ന കാര്യത്തിലും മുരളീധരൻ എതിർപ്പുണ്ടായിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും പത്മജ പറഞ്ഞു. കെ. കരുണാകരൻ ക്ഷീണിതനായപ്പോൾ കെ.വി. തോമസ് നേരെ എ.കെ. ആൻ്റണിയുടെ അടുത്തേക്ക് പോയി. ഇവിടെ നിന്നുള്ള ന്യൂസൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളൊക്കെ അകന്നു. ഈ മനുഷ്യൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പഴയ ചരിത്രങ്ങളൊക്കെയും ഞാൻ വിളിച്ചു പറയും, അത് അയാൾ കേൾക്കേണ്ടി വരും. ബുക്ക് വിറ്റുപോകാൻ എന്ത് വൃത്തികേടും എഴുതുന്ന രീതി നിർത്തണം, പത്മജ വ്യക്തമാക്കി. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.